അതേ തേങ്ങ പൊതിക്കുന്ന പാര പോയെന്നും പറഞ്ഞ് ചോമ തോറ്റു കൊടുക്കത്തില്ല. ഇത് കണ്ടോ, പാര പോയെങ്കിൽ ഇത്. പണ്ട് പാരയിലൊന്നും അല്ല പൊതിച്ചുകൊണ്ടിരുന്നത്, കോടാലി. ഇവിടെ കോടാലി ഉണ്ട്, ആ കാര്യം മറന്നുപോയി. കോടാലി വെച്ച് പൊതിക്കും. അതെനിക്ക് സൂപ്പറായിട്ടറിയാം. അത് ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഞങ്ങളിപ്പം എന്തെങ്കിലും പരിപാടി രാവിലെ ചെയ്തേനെ. ഇപ്പോഴാണ് ഓർത്തെ വെട്ടുകത്തി വെച്ച് പൊതിക്കുന്നത്. അറിയാവോ? പണ്ടത്തെ ആൾക്കാർക്കറിയാം, നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാമായിരിക്കും. അറിയാവുന്നവരും മിണ്ടാതിരി, അറിയാൻ മേലാത്തവരുത് അല്ലേ. ഇത് ഇങ്ങനെ കളയണം. എന്നിട്ട് വേണ്ടേ ഈ നടുവിൻ്റെ ഇതും കൊണ്ടാണ് അല്ല ഇങ്ങനെ താഴെ ഒരു കൊരണ്ടിയൊക്കെ ഇട്ടോ അല്ലെ ചുമ്മാ കുത്തിയിരുന്നോ ഒക്കെയാണ് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ വെട്ടും. എന്നിട്ട് വേണ്ട ഇങ്ങനെ ഒത്തിരി വർഷം കൂടിയാണ് ഇത്, ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇച്ചിരി സമയമെടുക്കും, എന്നാലും കുഴപ്പമില്ല, ചെയ്യാം. വിട്ട് കൊടുത്ത് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ വെക്കും. കൈയൊക്കെ മേലാത്തോണ്ടുള്ള ഒരു ഇതേ ഉള്ളൂ. ആരനത് ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു നമ്മുടെ കൈ മേല ഓരോ ഒക്കെ വേദന എടുക്കുമെന്നേ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനൊന്ന് ചെയ്യട്ടേന്നോ. എനിക്കും ഒരാഗ്രഹം ഇത് ചെയ്യണമെന്ന്. അപ്പം പിന്മാറത്തില്ല, ചെയ്യും. ഇങ്ങനെ ഒന്ന് വെക്കുന്നതിൻ്റെ ആ കൈയുടെ ഉണ്ടോ, ഇങ്ങനെ വരണം. കൈയുടെ വിഷയമുള്ളൂ. ഇപ്പോൾ കാണിക്കാം. നിങ്ങൾ പറയായിരിക്കും എഴുന്നേറ്റ് പോകാൻ. അതൊന്നുമല്ല, നമ്മൾ തോറ്റു കൊടുക്കത്തില്ല. തേങ്ങയാണ് പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, കോടാലിയാണെങ്കിൽ ഇപ്പം നമ്മളത് കഴിഞ്ഞ് കേട്ടോ. ഇപ്പം എപ്പം ചെയ്തെന്ന് നോക്കിയാൽ മതി. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ എളുപ്പം ചെയ്യുവേ. പറ്റാത്ത പണിയൊന്നുമല്ല. ഉച്ചയ്ക്ക് തിന്നാനുള്ളത് രാത്രിയിലല്ല. എനിക്ക് ഞാൻ ചെയ്തിട്ടേ മാറുള്ളൂ. നീ വയ്ക്കോ, വീഡിയോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വയ്ക്കോ. എത്ര നേരം എടുത്താന്നേലും ഞാനിതെടുക്കും. കൈ കളയാതിരുന്നാൽ മതി. കാരണം എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ട് പോയി. ഞാൻ പക്ഷേ ഇത് പൊടിച്ചിട്ടേ അളന്നത്തുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ വിട്ടു പോന്നാൽ മതി. ഹായ്, സക്സസ് ഉണ്ടോ? ഉണ്ടോ? കൈക്ക് ബലമില്ലാത്തോണ്ടുള്ള ഒരു പരിപാടിയേ ഉള്ളൂ. മറിക്കൂന്നേ. ചിത്രം പൊളിക്കാനാണോ? അരമണിക്കൂറായിട്ട് അതും ചെയ്തോണ്ടിരിക്കുക. വെച്ചിട്ട് പോ, ഇവിടെ തേങ്ങ വേണ്ട. കുഞ്ഞു മാറിക്കേ, അവിടെ ഓഫ് ചെയ്യില്ലേ. എനിക്ക് കുഞ്ഞു ഇനി തന്നേ. കുഞ്ഞു ഇത് തമാശ കളിക്കാറ്. ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യും. പറ്റാത്ത പണി എനിക്കിപ്പോൾ ഈ ഇതായതുകൊണ്ടല്ലേ, കൈവേദനയൊക്കെ ഉള്ളതുകൊണ്ട്. ഫസ്റ്റ് ഇപ്പോഴല്ലേ ഞാൻ ഐഡിയ ഓർത്തെ. തേങ്ങ എന്തിനാ? തേങ്ങ ഞാൻ പൊതിക്കൂന്നല്ലേ പറഞ്ഞു. ഇങ്ങനെ പൊതിക്കാൻ പറ്റുമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. പറ്റും. കൈ മേലാത്തോണ്ടും പാരയില്ലെങ്കിലും പൊതിക്കണം. കൈ മേലാത്തോണ്ടുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. ആയ് തേങ്ങ കണ്ട് കണ്ടോ. ഓ കുഞ്ഞു വേണ്ട.
കണ്ട, തോറ്റു കൊടുക്കത്തില്ല ജോമാസ് വേൾഡ്. ശരിക്കും പറഞ്ഞാൽ പണ്ട് കുഞ്ഞിലെ ചെയ്താണ്, മറന്നുപോയി. എന്നാലും പക്ഷെ കണ്ടോ മറന്നുപോയേ. പിന്നെ ഈ കൈയുടെ ഈ പ്രശ്നം ഇതേ ആ ഡോക്ടറെങ്ങാനും കാണണം എന്നെ കൊല വിളിക്കും. ആയുർവേദ ഡോക്ടറെ കണ്ടാൽ കൊല വിളിക്കും. ആദ്യത്തെ ആ ഒരു പൂളില്ലേ, ആ ഒരെണ്ണം ഇങ്ങനെ വന്നാൽ മതി, ബാക്കി പിന്നെ ഇങ്ങനെ കൊത്തി കൊത്തി അങ്ങ് പോകാം. നമുക്ക് ഈ എൻ്റെ കൈക്ക് ഇതും ഉള്ളതുകൊണ്ട് ഒത്തിരി ബലം പിടിക്കാൻ മേലാത്തതുകൊണ്ട് അതുകൊണ്ടുള്ളൊരു വിഷയമുള്ളൂ. ആണുങ്ങൾക്കൊക്കെയാണിത് ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടോ ഇതിങ്ങനെ വരും. എനിക്കത് വലിയ പാടല്ലേ, അതുകൊണ്ടുള്ള ഒരിതേ ഉള്ളൂ. വീട്ടിൽ തേങ്ങ പൊതിക്കുന്ന പാര ഒടിഞ്ഞു പോയെങ്കിൽ ഇങ്ങനെ ചെയ്തോണം, തോറ്റു കൊടുക്കരുത്. കുഞ്ഞൊന്നിങ്ങനെ പൊളിക്കല്ലേ, കൈ കളയും. കൈയൊന്നും പോകാതെ വേണം. പാര പോയെന്ന് പറഞ്ഞ് തേങ്ങ പൊതിക്കാതെ ഇരുന്നപ്പോഴേ എനിക്കൊരു നാണംകേട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം തൊട്ടൊരു മൂഡ് ഓഫ് ആയിരുന്നു. ഇപ്പോഴാണ് ഓർക്കുന്നത് ഇതിൻ്റെ കാര്യം. എനിക്കങ്ങനെ ഒരു ഇല്ല എന്നും പറഞ്ഞ് പുറകോട്ട് പോയി ചുമ്മാ ഇരിക്കുന്നത് എനിക്ക് വലിയൊരു നാണംകേടാണ്. കോടാലിയുടെ കാര്യം മറന്നുപോയി. കോടാലി വെച്ച് ഒറ്റ സെക്കൻഡ് ടെക് 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 4 ഇത് മതി. 3 or 4 കൊത്തു കൊത്തുമ്പം ഇത് പറഞ്ഞു പോരും. 4 കൊത്ത്. ഇതിങ്ങനെ ഈ കൈമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വലിച്ചു പറിക്കാനേ, അതേ ഉള്ളൂ ഇതിൻ്റെ പ്രശ്നം. ഇത് നല്ല രസമാണ്, ഇത് നല്ല സുഖമാണ്. ഇങ്ങനെ ആണുങ്ങളൊക്കെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഇരുന്നാണ്. എൻ്റെ അമ്മാച്ചനും ഒക്കെ. അമ്മാച്ചൻ പിന്നെ ഭയങ്കര ഓണാണ്.
തേങ്ങാവെള്ളത്തിന് പാത്രം എടുത്തോ. എന്നെ കളിയാക്കിയ ആൾക്ക് ആദ്യം തേങ്ങാവെള്ളം. നമ്മുടെ തെങ്ങയിലെ തേങ്ങ കേട്ടോ. ഇനി 2, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 23, 25, 28, 30. ഇനി അപ്പുറത്തെങ്ങാനും കിടപ്പുണ്ടോയെന്ന് അറിയത്തില്ല. ഇവിടെ ഇരുന്ന് കാണാവുന്ന 30 എണ്ണം. 10, 40 എണ്ണം ഇട്ടു. ഞാനേ തെങ്ങിന് ഈ തെങ്ങ് വെട്ടിക്കളയാൻ വേണ്ടി ഇവിടെ ഹസ്ബൻഡും ആഷറും എന്തൊരു തെങ്ങ് വെട്ടാൻ കായ്ക്കത്തില്ല. ആദ്യമൊക്കെ വെള്ളക്കൊക്കെ പൊഴിഞ്ഞു പോകത്തില്ലേ, അതിന് ഇവർ ഭയങ്കര വെട്ടിക്കളയലുകാരാണ്. ഭയങ്കര ഞാൻ അതിന് കിടന്ന് ഞാൻ പറഞ്ഞ് തെങ്ങ് വെട്ടിയാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വെട്ടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്. അങ്ങനെ എനിക്ക് മരങ്ങൾ വെട്ടിയ സങ്കടമാണ്. അങ്ങനെ പേടിപ്പിച്ച് ഇവിടെ നിന്ന്. അപ്പം എന്നെ ഹസ്ബൻഡ് ഇങ്ങനെ പല്ല് കടിക്കുവേ, ഇങ്ങനെ പല്ല് കടിക്കും ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിനെ. കാരണം ഇവിടെ ഈ വണ്ടി ഇങ്ങനെ തിരിക്കുമ്പോൾ അവിടോട്ട് ബാക്കെടുത്ത് തിരിക്കാൻ അവർക്ക് പാടായിരുന്നു. ഇപ്പോൾ ഇവിടെ കിണർ പോയതുകൊണ്ട് കിണറിൻ്റെ അവിടെ ഇട്ടിപ്പോൾ തിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ തിരിക്കാൻ മേലെന്നും പറഞ്ഞ് ഉള്ള തെങ്ങ് പ്ലാവൊക്കെ ഇവിടെയാണ് പ്ലാവ്, ഇവിടെ തെങ്ങ് താഴെ പ്ലാവും തെങ്ങും താഴെയുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ അതിനെ കൂവിക്കാറി ബഹളം വെച്ച്. ടെങ്കടേ കുഞ്ഞു ഇതുണ്ടോ? ഉണ്ടോ? ഇതാണ് ജോമാസ് വേൾഡ്. ജോമാസ് വേൾഡ് എന്ന് വെച്ചാൽ ജോമയുടെ ലോകം. തോറ്റു കൊടുക്കത്തില്ല, പിന്മാറുകില്ല. ഈ മേലാഞ്ഞിട്ട് ഈ ഗതി. അപ്പോൾ പിന്നെ വല്ല ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിലോ തെങ്ങേ കയറിയേനെ. പിന്നെ തെങ്ങ കയറത്തില്ല. എന്നാന്ന് പറയാ ഭയങ്കര പേടി. പൊക്കത്തിന്ന് താഴോട്ട് ഞാൻ തെങ്ങ കയറി തേങ്ങ ഇട്ടിട്ടുണ്ട്. പൊക്കത്തിന്ന് താഴോട്ട് നോക്കുമ്പോ പേടിയാ. എടുത്തോണ്ട് വാ. ഉണ്ടോ സുന്ദരക്കുട്ടപ്പനെ കണ്ടോ? ഇത് എത്ര കിലോ ഉണ്ടോന്ന് തൂക്കി നോക്കിയോ കുഞ്ഞു നമ്മുടെ ഈ തേങ്ങ? ഇത് എത്ര കിലോ ഉണ്ടോ നമ്മൾ ഗസ് ചെയ്താൽ 50 രൂപ ഗസ് ചെയ്യാനോ? കറക്റ്റ് അഴിക്കകത്ത് വെക്കാതെ ഒരു 5 കൂടിയാലും കുറഞ്ഞാലും ഇതോ ഇത് 1.5 കിലോ ആണ്. ഇല്ല ഇത്രയും ഉണ്ടോ? ഇല്ല 1 കിലോ എന്തായാലും ഉണ്ട്. ഇല്ലേ 1 കിലോ അല്ലെങ്കിൽ അമ്മ എനിക്ക് 50 രൂപ തരും. ഇല്ല ഒന്നും കാണുമല്ലേ? ഒന്നുണ്ട്. കൈ താഴത്തെ തൂങ്ങിപ്പോ. അമ്മ തോറ്റ അമ്മ എനിക്ക് 50 രൂപ തരും. ഇവിടെ വെക്കാതെ മെഷീൻ കഴിക്കാവും. തൂത്ത് വരണം ഇവിടെ. എനിക്ക് തരുവോ ഇല്ലയോ? ഏ അമ്മ തോറ്റ എനിക്ക് 50 രൂപ. 1 കിലോ 1 കിലോ കാണും. അമ്മ ജയിച്ച എനിക്ക് യേശുവേ 1 കിലോ കാണേ. 1 കിലോ ഇല്ലെങ്കിൽ 50 രൂപ ഞാൻ നിനക്കോ? ഇത്രയുണ്ട്. 777. അയ്യേ കിലോ അല്ലേ? അയ്യേ അപ്പൊ എനിക്ക് 50 രൂപ. കിലോ കേട്ടോ. 777. അയ്യോ കൊണ്ടുവെക്കാം. എൻ്റെ മെഷീൻ തുടച്ച് വെക്ക്. ഓഫ് ചെയ്ത് തുടച്ച് വെക്ക്. ടെങ്കടേ ഇനി പൊട്ടിക്കാൻ ഇതെടുത്തോണ്ട് വാ. മെഷീൻ തുടച്ച് വെക്കണേ. തുടച്ച് വെക്കുക എളുപ്പമാകട്ടെ. എനിക്ക് അകത്ത് കയറി ജോലിയുണ്ട്. ഇവിടെ തൂക്കണം. എന്നാ ജോലി? വെട്ടുകത്തി. ഈ തേങ്ങ പൊതിക്കുമ്പോഴേ കണ്ണുള്ള വശം ഉള്ളം കൈ വരണം. അങ്ങനെയാ തേങ്ങ പൊതിക്കണ്ടേ. ഒറ്റ വെട്ടിന് പൊട്ടി ഉണ്ടോ?
ഉണ്ടോ? കുഞ്ഞനെ ഇല്ല, പോയില്ല, താഴെ പോയില്ല, താഴെ പോയില്ല, താഴെ പോയില്ല. ചെളിയാ അല്ലേ? എന്നാ എല്ലാവരും കുടിച്ചു. ഇത് കണ്ടോ, ഉള്ളു കണ്ടോ? ഉള്ളു കാണിച്ച് നമ്മുടെ തേങ്ങയുടെ. കണ്ണ് വെക്കല്ലേ, പ്രാർത്ഥിച്ചോണേ. ഒത്തിരി ഉള്ളപ്പോൾ എല്ലാവർക്കും തരാം. ഇവിടെ വരുന്നവർക്കൊക്കെ ഞാൻ പൊതിഞ്ഞ് കെട്ടി എല്ലാം കൊടുക്കും. കണ്ടോ, തേങ്ങ ഇങ്ങനെ പണ്ട് അമ്മമാർ പറയുവേ, തേങ്ങ ഇങ്ങനെ ഉടച്ചിട്ട് ഈ ഉള്ളംകൈയിൽ ഈ കണ്ണ് വരണമെന്ന് എൻ്റെ അമ്മയാണ് പഠിപ്പിച്ചത്. പിന്നെ ഇങ്ങനെ കൂട്ടി വെക്കല്ലെന്ന് ഉടച്ചിട്ട്, അതെൻ്റെ അമ്മയാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ മലത്തി വെക്കല്ലേ, കമത്തി വെക്കണോ, ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ അമ്മ പറഞ്ഞിട്ടുള്ള കേട്ടോ. ഇവിടെ ചെളിയാണ്. വെള്ളം കുടിക്കട്ടെ കുഞ്ഞനെ, ഇച്ചിരി കൂടെ കുടിയിടാ. നമ്മുടെ സൂപ്പറാ. നമ്മുടെ ഇതിനകത്ത് തേങ്ങയുടെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനത്തെ ഈ സാധനം കിടക്കത്തില്ലേ, ഈ പതിര്, അത് ഇതിനകത്ത് കിടക്കുമല്ലോ. നമ്മൾ അരിക്കാതല്ലേ കുടിക്കുന്നത്, അരിക്കേണ്ട ആവശ്യമില്ല. പണ്ട് അമ്മച്ചിമാർ പറയും പല്ല് പിന്നെ എന്തിനാണെന്നിരിക്കുക, പല്ലിൻ്റെ അത് അരിച്ച് വെള്ളം വായിലോട്ട് പോകുന്നു. പല്ലിൻ്റെ ഇവിടെ വന്ന് ഈ പീരയില്ലേ, ഈ ചകിരിയുടെ അതിവിടെ മുട്ടി നിന്നോളും, ബാക്കി വെള്ളം അകത്തോട്ട് വെക്കോളൂ. അമ്മച്ചിയമ്മ, എൻ്റെ അപ്പൻ്റെ അമ്മ. എന്തെല്ലാം കാര്യങ്ങളല്ലേ. ആ, ഞാനങ്ങനെയല്ലേ ഇപ്പം അരിച്ചു കുടിച്ചു. ഒരെണ്ണം തൊണ്ടേ പോയില്ലല്ലോ. ആ, നീ എങ്ങനെയാ ശ്രദ്ധിക്കാതെ കുടിക്കുന്നത്. അരിച്ചു കുടിക്കണം, പല്ലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ അരിച്ച്. ഒക്കെ ഒരു ട്രിക്ക. അയ്യോ, ഇനി പോയി അമ്മച്ചമ്മയെ പൊടിന്ന് വിളിച്ചേന്. പട്ടീന്നോ? മിണ്ടാതിരി. കച്ചിത്തുറുവിന് ചുറ്റുമിട്ട് എന്നെ ഓടിച്ച് തല്ലി. കച്ചിത്തുറുവിന് ചുറ്റും. ആദ്യമായിട്ട് ജീവിതത്തിൽ മൂത്തവരെ ഒരിത് ചെയ്തു, ബഹുമാനിക്കാതെ വിളിച്ചതാണ്. അപ്പോൾ കളിക്കാൻ വിടത്തില്ലെന്ന്. പാല് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വന്നിട്ടെല്ലാം കളിക്കാൻ പൊക്കോളാം, പുല്ല് പറിക്കാനും പോകാം. ഞാൻ പോന്നും പറഞ്ഞ് പട്ടീന്ന് വിളിച്ചു.